ഗൈസ് DS ഹീറേ എന്ന് പറഞ്ഞ രാഹുൽ സദാശിവന്റെ അടുത്ത സിനിമ പ്രണവ് മോഹൻലാലായിട്ടുള്ള സിനിമയിലെ ട്രെയിലർ വന്നിട്ടുണ്ട്. ടീസർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കിടിലൻ സാധനമായിരുന്നു. എനിക്ക് തോന്നുന്നു വിഷ്വലിയും ഓഡിയോ വൈസും ആ ഒരു ഓഡിയോഗ്രാഫിയിലായാലും സിനിമാറ്റോഗ്രാഫിയിലൊക്കെ ആയാലും അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ്. ആസ് യൂഷ്വൽ രാഹുൽ സദാശിവൻ എന്ന് പറയുമ്പോൾ ദ ടെക്നിക്കൽ മാനാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിന്റെ ഭൂതകാലമായാലും ഭ്രമയുഗമായാലും ഇതൊക്കെ നമുക്ക് ആക്ടേഴ്സും ആക്ടിങ് ഒക്കെ വേറെ തലത്തിൽ കൂടി അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ആ സിനിമകളുടെയൊക്കെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്, ഓഡിയോഗ്രാഫി, മ്യൂസിക് അതിനൊക്കെയാണ് പ്രാധാന്യം കുറച്ച് മുഴച്ച് നിൽക്കുന്നത്. അപ്പൊ ഈ സിനിമ എനിക്ക് അതുപോലെ തന്നെയാണ് തോന്നിയത്. അപ്പൊ ട്രെയിലർ കാണുമ്പോൾ എന്തായാലും ഈ സാധനമൊക്കെ വെച്ച് മ്യൂസിക് മോഡിൽ ഒന്ന് ട്രെയിലറൊക്കെ കണ്ടുപോകാന്ന് വിചാരിച്ചു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രണവ് മോഹൻലാലാണ് മെയിൻ ലീഡ് ചെയ്യുന്നത്. വേറെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മാസമാണ് ഈ പടത്തിന്റെ റിലീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടുനോക്കാം. കുറച്ചധികം നാളൊക്കെ ആയിട്ട് ട്രെയിലർ റിയാക്ഷൻ പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. ഒരു ചെറിയൊരു ബ്രേക്ക് വന്നടേ. കുറച്ച് മടിപിടുത്തവും പടം വരപ്പോൾ കാണാൻ ട്രെയിലറൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ റിയാക്ട് ചെയ്യാനുള്ള ഒരു ഒരു ഊർജ്ജമൊക്കെ പോയി. അപ്പോൾ അതൊക്കെ തിരിച്ചു വന്നു. ഫുൾ പവറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് സകല ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോവാണ്. സോ ട്രെയിലർ കാണാം. 2 മിനിറ്റിന്റെ ട്രെയിലറാണ്. യെസ്, ആ കുട്ടിയുടെ കാര്യം നിനക്ക് തോന്നിയപ്പോഴേ പറയായിരുന്നില്ലേ? ചിലപ്പോൾ അത് രക്ഷപ്പെട്ടിരുന്നെങ്കിലോ? അങ്ങനെ എനിക്ക് തോന്നുന്നതൊക്കെ നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ പറ്റും. അവരെന്ത് വിചാരിക്കും? എന്നിട്ടാ തോന്നലിപ്പോ ശരിയായില്ലേ? ഇത് ശരിക്കും ഞാനാണ് ആദ്യം കണ്ടത്. ഞാൻ രാവിലെ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു തുണിയാണ് വെള്ളത്തിൽ കിടക്കുന്നത് വിചാരിച്ചു. ആ കുടുംബത്തിന് എന്തോ ശാപമുണ്ട് സാറേ. ആകെ ഉണ്ടായിരുന്ന ആന്തരികം അതിന്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ആയില്ലേ? നല്ല മുടി. വേറെ ആരോടെയും പറഞ്ഞത് വിശ്വസിക്കും. No one would believe me. കുറെ പേർക്ക് സംശയമുണ്ട്. ഡൈസ് ഹീറേ എന്നൊക്കെയാണോ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഏതൊരുത്ത ചോദിച്ചിരുന്നു. ഇതിൽ അവന്മാർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. DS ഹീറേ എന്നാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ എന്ന് കറക്റ്റായിട്ട് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഡേ ഓഫ് റാത്ത് എന്തോന്നറിയ സംഭവം. സംഗതി മച്ചാന്റെ മറ്റേ നാട്ടുകാരെ പേടിപ്പിക്കണ പ്രേത കഥ അതൊക്കെ തന്നെ. എന്തോ സംഭവം ഉണ്ട്. പ്രണവിനെയൊക്കെ ഏത് രീതിയിൽ പ്രണവ് സിനിമയിൽ തെളിയുന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളീന്റെ ഒരു ഫിലിമോഗ്രാഫി ആയതുകൊണ്ട് അധികം പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയാം പടം വരുമ്പോൾ. ഭ്രമയുഗം ഭയാനക സാധനമായിരുന്നു. എസ്പെഷ്യലി ടുവേർഡ്സ് ക്ലൈമാക്സ് പടം വേറെ ലെവലായിരുന്നു. ഭൂതകാലം പിന്നെ പറയണ്ട. തിയേറ്റർ മിസ് ചെയ്തതിനെ കുറച്ച് ഇപ്പോഴും ഭയങ്കര ഒരു വിഷമമുണ്ട് എനിക്ക്. OTT കണ്ട അത് ഞാൻ ഇതേപോലെ ഫോണിലായിരുന്നില്ല. ഞാൻ കമ്പ്യൂട്ടർ എൻ്റെ പഴയ PC-യിലായിരുന്നു. PC-യിൽ വെച്ച് ഹെഡ്ഫോണൊക്കെ വെച്ച് ഫുൾ വോളിയത്തിൽ ഇങ്ങനെ ഇരുന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ സിനിമ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന തിയേറ്ററിൽ പോയി കാണുക. അങ്ങനത്തെ സിനിമയാണ് ഇത്. അപ്പോൾ അതാണ് സിനിമ. വരട്ടെ, നമുക്ക് കണ്ടു നോക്കിയിട്ട് പറയാം. ആ ഒരു പുള്ളിയുടെ കളർ ടോണും ആ ഒരു ശൈലിയൊക്കെ ഇല്ലേ,
ഈ DS ഹീറോ ഏത് ഭാഷയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് ആ ടൈറ്റിൽ. എന്തായാലും പടം പറ്റേ കണ്ടു നോക്കാം. വൈകിട്ട് മറ്റേ ഇത് കാണുന്നുണ്ട്, ധനുഷിന്റെ ഇഡ്ലിക്കട. അത് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയുന്നതാണ്. ബൈ ബൈ.